നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാറുവിന് കുറേ വിഷമങ്ങളുണ്ട്. വിശാൽ സാർ എപ്പോഴും പാറുവിന്റെ അടുത്തേക്ക് വരുന്നില്ല എന്നതാണ് ആദ്യത്തേത്. മണിക്കുട്ട, നിന്നോട് ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞത്? ഇതാ എന്നാലേ ഞാൻ അടുത്ത് വന്ന് നിന്നിരിക്കുന്നു. ഇനി നീ പോവാൻ പറഞ്ഞാലും ഞാൻ പോവില്ല. നിന്റെ വിഷമം തീരട്ടെ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വിശാൽ സാർ. ദേ, ഈ മണിക്കുട്ടൻ കള്ളം പറയുന്നതാ. അല്ല, പറഞ്ഞു. ആ മണിക്കുട്ട, നിന്റെ പാറുവിന് വേറെന്ത് വിഷമമുള്ളത്? അത് പറയാൻ എനിക്ക് നാണോ. അല്ല, നാണിക്കാതെ പറ മണിക്കുട്ട, എന്താ അത്? വിശാൽ സാറ് പാറുവിനെ കെട്ടിപ്പിടിക്കാത്തത്. ഈശ്വര, ഈ മണിക്കൂറിന് എന്തൊക്കെയാ പറയുന്നേ? ദേ, അനാവശ്യം പറഞ്ഞ ഞാൻ നിന്നോട് മിണ്ടില്ല കേട്ടോ മണി. വിശാൽ സാറേ, ഈ മണിക്കൂട്ടൻ വെറുതെ പറയണതാ. ആണോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇനിയിപ്പോ നിനക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അങ്ങ് തീർത്തേക്ക്. അയ്യോ, വേണ്ട കേട്ടോ. മണിക്കൂറിന് നല്ല ആട്ടി വെച്ച് തരൂ കേട്ടോ. ശരി, സമ്മതിച്ചു. മണിക്കുട്ടൻ കള്ളം പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു പരാതിയില്ലേ? നിന്റെ പരാതി തീർക്കാൻ എന്റെ ഹൃദയം തന്നെ നിന്റെ കൈകളിൽ തരാം, പോരെ? വിശാൽ സാറിന്റെ ഹൃദയം എനിക്ക് തരാനോ? അതെങ്ങനെ? ദാ ഇങ്ങനെ. ഇതേ എന്റെ ഹൃദയം. വിശ്വാസമാവുന്നില്ലെങ്കിലേ ഇത് കാതിൽ ചേർത്ത് വെച്ച് ശ്രദ്ധിക്കാം. എന്റെ ഹൃദയോടിപ്പ് കേൾക്കാം. ശരിക്കും? ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഇത് ഡബ് ഡബ് അതെങ്ങനെ? ഡബ് ഡബ് എന്നല്ല, ലവ് 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 എന്ന ഹൃദയൊടുപ്പിന്റെ ശബ്ദമല്ലേ ഈ കേൾക്കുന്നത്? പിന്നെ നീയേ ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കിയേ. പാർവതി പാർവതി എന്നാ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഡോക്ടർ റെക്കോർഡ് ചെയ്ത് തന്നതാ, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ എനിക്ക് പോവാല്ലോ. ഇന്ന് രണ്ടാമത് ചെയ്ത സ്കാനിംഗ് റിപ്പോർട്ട് നാളെ കിട്ടൂ. അത് ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. ഡോക്ടർ, അച്ഛാ ഒരു മിനിറ്റ്, എനിക്ക് ഡോക്ടറോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. എന്താ വിശാൽ? ഞാൻ പറയാൻ പോകുന്നത് പ്രാക്ടിക്കൽ ആവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. നോ പ്രോബ്ലം, ടെൽ മീ. എനിക്കെന്റെ ഹാർട്ട് ബീറ്റിന്റെ ശബ്ദം ഒന്ന് റെക്കോർഡ് ചെയ്ത് കിട്ടാൻ എന്താ വഴി? അത്രേ ഉള്ളൂ. അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ കേൾക്കണമെങ്കിൽ സ്റ്റെപ്പ് ഉപയോഗിച്ചാൽ മതി. നോ നോ നോ, നോട്ട് നൗ. ശരി, ഓക്കെ. വെറുതെ ആളാവാൻ നോക്കണ്ട ഗാർഗി. ഞാൻ ആളാവാൻ നോക്കിയതൊന്നും അല്ലമ്മേ. ആ എഗ്രിമെന്റ് പ്രകാരം ഇന്നു മുതൽ ഇവളുടെ താമസം ഔട്ട് ഹൗസിലും പാർവതിയുടെ താമസം ഇത്രയും ദിവസം ഇവള് താമസിച്ചിരുന്ന റൂമിലും ആയിരിക്കും.
ഔട്ട് ഹൗസിൽ താമസിച്ചോളാന്ന് പറഞ്ഞല്ലോ ആന്റി ജാസ്മിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എന്റെ അനിയത്തിയെ ഞാൻ ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ. അതെ, എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കണമായിരുന്നു. എന്ത് ദുഷ്ടത്തരം ചെയ്തിട്ടാണെങ്കിലും ഈ കളിയിൽ ജയിക്കാൻ കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം കണ്ണുടച്ചങ്ങ് അംഗീകരിച്ചു. മോളെ ജാസ്മിൻ, മുകളില് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. അങ്ങേര് ഭയങ്കര കണിശക്കാരനാ. ന്യായത്തിന്റെ ഭാഗത്തേ നിൽക്കൂ. അതുകൊണ്ട് പൊന്നു മോളെ, നീ ഇതൊക്കെ എടുത്തോണ്ട് സ്ഥലം കാലിയാക്കും. വേഷ്, ഇത് കേട്ടിട്ട് നീ എന്തോന്ന് മിണ്ടാ നിൽക്കുന്നേ? നിന്റെ വുഡ്ബിയോടാ ഇവൾ ഔട്ട് ഹൗസിൽ പോയി താമസിക്കാൻ പറയുന്നേ. ഇറ്റ്സ് ഷെയിം ഓൺ യു. ഞാൻ പറഞ്ഞില്ല ആന്റി, ആ എഗ്രിമെന്റിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ലെന്ന്. പിന്നെ അതിൽ എഴുതിയിരിക്കുന്നത് കണ്ട് അംഗീകരിച്ച് സൈൻ ചെയ്തിട്ട് ഇപ്പോ ഉടക്ക് വർത്താനം പറയുന്നത് മര്യാദകേടാ. That's shame on you. ജാസ്മിൻ ഔട്ട് ഹൗസിലേക്ക് താമസം മാറണമെന്നാണോ നീ പറയുന്നേ? ഇല്ലെങ്കിൽ ആ പേപ്പറിൽ അമ്മ ഇട്ടുകൊടുത്ത സിഗ്നേച്ചറിന് ഒരു വിലയില്ലാതാവില്ല. അപ്പോ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് മോളെ വേഗം സ്ഥലം കാലിയാക്കും. എന്താ മടിച്ചു നിൽക്കുന്നേ? വിധി പറഞ്ഞു കഴിഞ്ഞു. ഹൈക്കോടതിയിൽ അപ്പീല് തള്ളിയ സുപ്രീം കോടതിയിൽ പോവാലോ. ഈ കാര്യത്തിൽ പാർവതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പാർവതി സമ്മതിച്ച നിനക്ക് നിലവിലുള്ള സ്ഥിതി തുടരാം. എന്നുവെച്ചാ ആ റൂമിൽ തന്നെ നിനക്ക് താമസിക്കാന്ന്. പക്ഷേ എന്നെ ആ റൂമിൽ തന്നെ താമസിക്കാൻ അനുവദിക്കണോ എന്ന് നീ പാർവതിയോട് റിക്വസ്റ്റ് ചെയ്യണം. ഓ, എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ താമസിക്കാൻ ജാസ്മിന് പാർവതിയുടെ പെർമിഷൻ വേണ്ടി വരുമെന്നാ ഇവള് പറഞ്ഞു വരുന്നത്. അവിടെ ചേച്ചിക്കും തെറ്റി. പെർമിഷൻ വേണമെന്നല്ല, ജാസ്മിൻ പാർവതിയുടെ കാല് പിടിക്കണമെന്നാ ഗാർഗി പറഞ്ഞതിന്റെ അർത്ഥം. ഞാനും അത് തന്നെയാ ഉദ്ദേശിച്ചത്. വിശാൽ, നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ജാസ്മിൻ. അവൾക്കൊരു മാനക്കേടും വരാതെ നോക്കേണ്ടത് നിന്റെ കടമയാ. ഞാൻ ആ റൂമിൽ താമസിച്ചോട്ടെ പാർവതി എന്ന് ചോദിക്കുന്നത് അത്ര വലിയ മാനക്കേടാണോ അമ്മേ? ആവശ്യക്കാർക്ക് ഔചിത്യമില്ലാന്നല്ലേ? ചുമ്മാ ചോദിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.